നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണം നമ്മളെല്ലാവരും വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ന്യൂ ഇയർ ആഘോഷത്തിനിടയിലേക്കാണ് ഒരു ഭീകരൻ, ISIS ഭീകരവാദി, തന്റെ കയ്യിലുള്ള ഒരു ട്രക്ക് ഉപയോഗിച്ചുകൊണ്ട് വലിയ സ്പീഡിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ന്യൂ ഇയർ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരപരാധികളുടെ നെഞ്ചിലേക്ക് ഈ ഒരു വാഹനം ഓടിച്ചു കയറ്റിയത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഭീകരവാദി, കേരളത്തിൽ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ പ്രവർത്തനത്തിന് ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച കാസർഗോഡ് പടന്ന സ്വദേശിയായിട്ടുള്ള റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വാട്സപ്പ് വഴി ഒരു വോയിസ് മെസ്സേജ് കേരളത്തിലെ ഇവരുടെ ഭീകരന്മാർക്ക് അല്ലെങ്കിൽ ഇവരുടെ അനുയായികൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. അത് നമ്മളെല്ലാവരും അത് കേട്ടതാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ന്യൂ ഇയർ ആഘോഷം, ക്രിസ്മസ് ആഘോഷം, അതുപോലെ തന്നെ പൂരങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അതിലേക്ക് ട്രക്ക് അല്ലെങ്കിൽ വാഹനം ഓടിച്ച് കയറ്റി അവിടെയുള്ള ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ നയം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ള ഭീകരവാദികളുടെ തീരുമാനം, അത് കൃത്യമായിട്ട് തങ്ങളുടെ അനുയായികൾക്ക് അറിയിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികളെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വോയിസ് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഇത് ആ സമയത്ത് കേട്ടപ്പോൾ കേരളത്തിലെ പല ആളുകൾ, ഇത് കേരളമാണ്, ഇത് ഇവിടെ ഇങ്ങനെയുള്ള കലാപരിപാടിയൊന്നും നടക്കില്ല എന്നൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ISISന്റെ ഭീകരവാദിയായിട്ടുള്ള റാഷിദ് അബ്ദുള്ള പറഞ്ഞ അതേ കണ്ടന്റ് തന്നെയാണ് അമേരിക്കയിലെ ഈ ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങളുടെ നെഞ്ചിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ ശരീരത്തിലൂടെ ഈ ഒരു വാഹനം ഓടിച്ച് കയറ്റിയതിലൂടെ ഈ വ്യക്തി നേടിയെടുത്തത്, അല്ലെങ്കിൽ ആ ഒരു മനസ്സുഖം, ഭീകരന്മാരുടെ അവരുടെ ചിന്താഗതിയിൽ ജീവിക്കാത്ത ആളുകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നൊടുക്കുക എന്നുള്ള നയം, അത് ചെയ്തുകൊണ്ട് അതിൽ വലിയ ആസ്വാദനം കണ്ടെത്തി ഒരു തരത്തിലുള്ള മനോവിഷവും ഇല്ലാതെ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ നിലപാടുകളുമായിട്ട് ലോകത്ത് പല സ്ഥലം, അമേരിക്കയല്ല, ഇസ്രായേലല്ല, ഇന്ത്യയല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമൊക്കെ ഇങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തന്റെ സ്വന്തം കുടുംബത്തെ പോലും കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് അമേരിക്കൻ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അമേരിക്കൻ നിലവിലെ പ്രസിഡന്റ് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ഭീകരാക്രമണമാണ്, ISISന്റെ പതാക ഇവന്റെ വാഹനത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് അമേരിക്കയിലല്ലേ നടന്നത്, ഇത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണം ബ്രിട്ടനിലല്ലേ നടക്കുന്നത്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലല്ലേ, അല്ലെങ്കിൽ ഇറാഖിലല്ലേ, ഇറാനിലല്ലേ, സിറിയയിലല്ലേ, ലെബനോനിലല്ലേ എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ പ്രവർത്തകർ നമ്മുടെ രാജ്യത്തും ഇതുപോലെ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു, ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ ദീപാവലി ദിവസം കോയമ്പത്തൂരിൽ ഇതുപോലെ ഒരു ഭീകരാക്രമണം ഇവർ നടത്തിയിരുന്നു. ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന, അവിടെ ഇപ്പൊ കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട ഉക്കടത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലേക്ക് പുലർച്ചെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഭക്തജനങ്ങൾ നടന്നു പോകുന്നതിലേക്ക് ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു കാറിൽ നിറയെ സ്ഫോടക വസ്തുക്കൾ തിങ്ങി അല്ലെങ്കിൽ മുഴുവനായിട്ട് നിറച്ചുകൊണ്ട് അതിനിടയിലേക്ക് ചെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ശ്രമം. പക്ഷെ അവരുടെ എന്തോ ഒരു അബദ്ധവശാൽ അവർക്ക് പറ്റിയ ഒരു പിഴവിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന്റെ, ആ ഈശ്വരനോടുള്ള ആ ഒരു അടുപ്പത്തിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിൽ മറ്റാരും മരിക്കാതെ, ആ ജിഹാദി മാത്രമാണ് ആ ഒരു ആക്രമണ ശ്രമത്തിനിടയിൽ മരണപ്പെട്ടത്. ആ ഒരു കാറ് പൊട്ടിത്തെറിക്കുകയും അതുമായി ബന്ധമുള്ള നിരവധി ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇതുപോലെ ഭീകരവാദികളുടെ പ്രവർത്തന സംവിധാനങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല എന്ന് ആ ഉക്കടത്തെ ആ ഒരു സ്ഫോടനവുമായി കൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലായതാണ്. ഇതേ ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈസ്റ്റർ ദിനത്തിൽ
ശ്രീലങ്കയിലും നടന്നത്. ശ്രീലങ്കയിൽ നടന്ന ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾക്കറിയാം ലവ് ജിഹാദ് പോലെയുള്ള ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തെ നമ്മൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ ISIS ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന അവരുടെ ഒരു കണ്ടന്റ് കൂടി ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് പരിശോധനകൾ നടത്താം എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിമിഷ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശി, ആറ്റുകാൽ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി ഇതുപോലെ ഈ റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള ആളുകളുടെ പ്രചോദനത്തിൽ സ്ത്രീയിലേക്ക് ആട് മേയ്ക്കാൻ എന്നുള്ള രീതിയിൽ പോയതുപോലെ തന്നെ തന്റെ സ്വധർമ്മം വിട്ടുകൊണ്ട് ഈ പറയുന്ന ഭീകരവാദികൾക്ക് ഒപ്പം കൂടിച്ചേർന്നുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് ഇതുപോലെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ആക്രമണം നടത്താൻ വേണ്ടി പോയ സമയത്തും അതേ ഒരു സാഹചര്യം തന്നെയാണ് ശ്രീലങ്കയിലും ഉണ്ടായത്. പുലസ്ത്രീ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു MBBS സ്റ്റുഡന്റ്, അവർ ഇതേ സമയത്ത് ഇതുപോലെയുള്ള IS ഭീകരന്മാരുടെ വലയിലകപ്പെട്ട് അതിലൊരാളെ വിവാഹം കഴിച്ച് ഈ ഭീകരവാദ സംവിധാനത്തിന്റെ ഭാഗമായി ഇതിൽ ചാവേറായിട്ടാണ് ഈ കൊളംബോയിലുള്ള, ശ്രീലങ്കയിലെ കൊളംബോയിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി പൊട്ടിത്തെറിച്ച്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ ISIS എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഭീകരവാദ സംഘടനാ സംവിധാനത്തിന്റെ ഇരകളായിരിക്കുന്നത് ഇതുപോലെയുള്ള പുലസ്ത്രീ രാജേന്ദ്രനെ പോലെയുള്ള നിമിഷയെ പോലെയുള്ള പല ആളുകളുമാണെന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മെറിൻ സെബാസ്റ്റ്യൻ അങ്ങനെ പോലെയുള്ള ചില പെൺകുട്ടികൾ കൂടി ഇതിന്റെ ഭാഗമാണെന്നുള്ളത് കൂടി നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെ. അപ്പോൾ ഇവരുടെ ഈ ഒരു ശൈലി അത് ഇറാഖിൽ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നടക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ പ്രവർത്തകർ ലോകം മുഴുവൻ ഇപ്പോൾ ചിതറിക്കിടക്കുകയാണ്. അതിന്റെ ഭാഗം തന്നെ അമേരിക്കയിൽ ഇങ്ങനെ ഒരു ആക്രമണം, അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലുള്ള വിഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷം അത് യഥാർത്ഥത്തിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ അപഹരിക്കാൻ, അതിൽ ആസ്വാദനം കണ്ടെത്താൻ ഇവർ ഉപയോഗിക്കുന്നെന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ഭീകരമായിട്ടുള്ള ചിന്താഗതിയാണ്. ഇതുപോലെയുള്ള ചിന്താഗതിയുള്ള നിരവധി ആളുകൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് അവർ അവിടെ നടപ്പിലാക്കും. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെ നമ്മുടെ ഈ രാജ്യത്തുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സാധാരണ പതിവ് പോലെ 2014 മുന്നേ കേട്ടിരുന്ന ബാംഗ്ലൂർ സ്ഫോടനം, മുംബൈ സ്ഫോടനം, ദില്ലി സ്ഫോടനം ഒന്നും ഈ സിമി പോലെയുള്ള ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിച്ചെങ്കിൽ പോലും ഇപ്പോഴും PFI പോലെയുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ച് വലിയ രീതിയിൽ ഉഴുതുമറിച്ചിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോഴുമുണ്ട്. അവരുടെ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃനിരയിലെ പ്രധാനപ്പെട്ട 10-100 പേര് മാത്രമാണ് ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രതികൾ പല ആളുകളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സുഖമായിട്ട് കഴിയുന്നുണ്ട്. ISISന്റെ ഈ ഭീകരവാദ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കി നമ്മുടെ നാടും ഇതുപോലെ തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണം ഭാവിയിൽ വരാനിരിക്കുന്ന സമയത്ത് ഭീകരവാദത്തിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരടക്കം ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിലും ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്നും നിരവധി ആളുകൾ ISISന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കും നമ്മുടെ ഭീകരവിരുദ്ധ സ്ക്വാഡുകളുടെ നിർദ്ദേശപ്രകാരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് ഭീകരവാദികൾക്കെതിരെ മുന്നോട്ട് പോകാതെ ഇതിന് ഒരു അന്ത്യമുണ്ടാകില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.